നമസ്കാരം. അപ്പോ ദിൽസെ 1998 ഫിലിം ഫെയർ അവാർഡ് കിട്ടിയ AR റഹ്മാൻ മ്യൂസിക് ചെയ്ത ദിൽസെ ആ ഒരു വീഡിയോ കണ്ടു. ശരിക്കും രോമാഞ്ചിഫിക്കേഷനാണ് ആ ഒരു രംഗങ്ങളും. തീർച്ചയായിട്ടും ചല ചെയ്യ 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 ആ ഒരു സോങ്ങിന് കിട്ടിയ ഫിലിം ഫെയർ അവാർഡ് തീർച്ചയായിട്ടും ഗംഭീരാണ്. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് ഫാൻസൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം, വീണ്ടും പുറകോട്ട് ഒന്ന് കണ്ടു നോക്കണം. ആ ഓരോ രംഗങ്ങൾ, ആ ഒരു ചിത്രത്തിലെ മ്യൂസിക് തീർച്ചയായിട്ടും കേട്ടിരിക്കണം നിങ്ങൾ. AR റഹ്മാൻ ആ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം വരുന്നൊരു മൂവ്മെന്റ്സ് ഉണ്ട്, അത് കാണേണ്ടത് തന്നെ. തീർച്ചയായിട്ടും മുടിയൊക്കെ നീട്ടി വളർത്തി സ്റ്റൈലിലാണ് ആ ഒരു മൂവ്മെന്റ്സ്. കാരണം ആ ഒരു വേദിയിൽ പൊതുവേദിയിലേക്ക് നടന്നു വരുന്ന ഒരു സീനുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കാണേണ്ടതാണ്. ദിൽസെ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഫറാഹാനാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന നമ്മുടെ അഭിമാനമായ മലയാളികൾക്ക് ഇപ്പോഴും അഭിമാനിക്കാവുന്ന സന്തോഷ് ശിവനാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ ഒരു സിനിമയ്ക്കുണ്ട്. പറയാനുള്ള ഒരു പ്രാധാന്യം ഗംഭീര ചിത്രമായ ദിൽസയിൽ ഷാറുഖ് ഖാനൊപ്പം കിങ് ഖാനൊപ്പം അഭിനയിച്ചിരിക്കുന്ന പുതുമുഖ നടിയായ പ്രീതി സിൻട്രയാണ്. തീർച്ചയായിട്ടും ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച നല്ലൊരു ചിത്രമാണ് ദിൽസെ. തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കളും, എല്ലാ പ്രേക്ഷകരും വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുന്ന നല്ലൊരു ചിത്രമാണ്. അതോടൊപ്പം തന്നെ അതിലെ പാട്ടുകൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുകളാണ് കൂടുതലും ചെയ്യുക. ദിൽസയിലെ മ്യൂസിക് റഹ്മാന്റെ ഒരു മാജിക് തന്നെയാണ്. ആ ഒരു തലം വേറെ ലെവൽ. പല കാലഘട്ടങ്ങളിലും പല മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നു പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് റിസർച്ച് നടത്തിയിരിക്കുന്ന ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. കാരണം റഹ്മാന്റെ പഴയ പാട്ടുകൾ അതിപ്പോഴും എവരി ഗ്രീൻ ഫ്രീ ആയിട്ട് തന്നെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം യൂട്യൂബിൽ ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ റഹ്മാന്റെ മാജിക്കിൽ പിറന്ന നല്ല ഗാനങ്ങളാണ്. കാരണം ഒരു 100-ൽ ഒരു 88% വമ്പൻ ഹിറ്റുകൾ അടിച്ചുള്ള സോങ്ങുകളാണ് തീർച്ചയായിട്ടും ഇപ്പോഴും പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുന്ന ഓരോ സിനിമകളെയും പാട്ടുകളുടെ ആ ഒരു വാല്യൂ, അതിന്റെ ആ ഒരു ലെങ്ത്, ആ ഒരു മ്യൂസിക്, ശരിക്കും പറഞ്ഞാൽ കമ്പോസിങ് ശരിക്കും മാജിക് തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും പ്രേക്ഷകർ ആ ഓരോ ചിത്രത്തിലെ സോങ്ങുകളും തിരയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സോങ്ങിന്റെ, ആ ഒരു മ്യൂസിക്കിന്റെ ഒരു ജീവൻ, ലൈഫ് എന്തോരമുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന തലത്തിലാണ് റഹ്മാൻ ചെയ്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്. ആ ഒരു പ്രായത്തിലും പ്രേക്ഷകർക്ക് റഹ്മാൻ നൽകിയ ഒരു ഹിറ്റുകളുടെ ഒരു ചാർട്ട് തന്നെയുണ്ട്. ആ ഒരു ചാർട്ടിനെ ഒരിക്കലും ആർക്കും തന്നെ മറികടക്കാൻ സാധിക്കില്ലെന്ന് ഇപ്പോഴും 100 വോൾട്ടേജിൽ പറയാം. അദ്ദേഹം ചെയ്തിരിക്കുന്ന മ്യൂസിക്കുകൾ കാലാകാലങ്ങളോളം ഹൃദയത്തിലും കാതിലും തങ്ങി നിൽക്കുന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും കേട്ടും മറന്നുകളയുന്ന ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോലെയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത മ്യൂസിക്കുകൾ ഇപ്പോഴും വീണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഓരോരുത്തരും തന്നെയാണ് റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ പ്രാധാന്യം, പ്രത്യേകത, ലെജൻഡ് എന്ന് നമ്മൾ തന്നെ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുമിച്ച് പറയുന്നത് ലെജൻഡ് റഹ്മാൻ. ഈ ഒരു വാല്യൂ ഉള്ള മ്യൂസിക് ഡയറക്ടറെ മറികടക്കാൻ പലരും വന്നു പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ വരുന്ന വേഗത്തിൽ തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ് ഈ ഓരോ രംഗങ്ങൾ. ദിൽസെ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തത് മനീഷ കൊയ്രാളയാണ്. അതോടൊപ്പം പുതുമുഖമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രീതി സിൻട്രയാണ്. ശരിക്കും ആ ഒരു സിനിമയുടെ ലെങ്ത്, ആ സിനിമയുടെ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പാട്ടുകൾ തന്നെ, ആ പാട്ടുകളുടെ മ്യൂസിക്, ആ ഒരു മ്യൂസിക്കിന്റെ ഒരു മാജിക് തീർച്ചയായിട്ടും റഹ്മാന്റെ ഒരു കയ്യൊപ്പ് തന്നെയാണ് ആ ഒരു ചിത്രത്തിന്റെ ഏറ്റവും മൂല്യവത്തായ കാരണം. ആ ഒരു ചിത്രത്തിലെ മ്യൂസിക്കിന്റെ കയ്യൊപ്പ് ലെജൻഡായ റഹ്മാന്റെ ആണ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അഭിമാനാർഹമാണ്. തീർച്ചയായിട്ടും വീണ്ടും റഹ്മാൻ ഒരു ബിഗ് സല്യൂട്ട്. ശരിക്കും 44ാമത്തെ ഫിലിം ഫെയർ അവാർഡിന് ഒത്തിരി നോമിനേഷനുകൾ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒത്തിരി പാട്ടുകളുടെ നടുവിൽ നിന്നുമാണ് ഈ ഒരു സോങ് തിരഞ്ഞെടുത്തത്, ആ ഒരു മ്യൂസിഷ്യനെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു രംഗങ്ങളും വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു യങ്സ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും യങ്സ്റ്റർ തന്നെയാണ് മ്യൂസിക്കിൽ. റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു പ്രാധാന്യം അർഹിക്കുന്ന മ്യൂസിക് ഡയറക്ടർ ഇപ്പോഴും യങ്സ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടും അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ടും യങ്സ്റ്റർ ആണ്. കാരണം ഏജ് എന്നുള്ളത് വെറും നമ്പർ മാത്രമാണ് എന്നുള്ള കാര്യം വീണ്ടും റഹ്മാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 1998 ഓഗസ്റ്റ് 21 ദിൽസെ എന്ന് പറയുന്ന ആ ഒരു വമ്പൻ ഹിറ്റ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ആവുന്നു. തീർച്ചയായിട്ടും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും യൂട്യൂബിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ മുൻപടിയിൽ നിൽക്കുന്ന നല്ലൊരു ചിത്രമാണ് ദിൽസെ. അതിൽ ഓരോ സോങ്ങുകളും അതിന്റെ മ്യൂസിക്കും വേറെ തലത്തിലുള്ളതാണ്. തീർച്ചയായിട്ടും ലെജൻഡായ റഹ്മാന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ഒരു ചിത്രത്തിലെ മ്യൂസിക് ഗംഭീരം തന്നെയാണെന്ന് ഞാനൊരാൾ പറഞ്ഞതല്ല, പ്രേക്ഷകർ വിലയിരുത്തിയതാണ് വർഷങ്ങൾക്ക് മുന്നേ. റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ
മാന്ത്രിക വിരലുകൾ ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി ഗംഭീര സോങ്ങുകൾ ഇനിയും വരാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും കട്ട വെയിറ്റിംഗിലാണ് AR റഹ്മാൻ ഫാൻസ്. അപ്പൊ തീർച്ചയായിട്ടും അനിരുദ്ധ് ഫാൻസുകാരൊക്കെ ഇതൊന്ന് കാണുക, പഴയ ഈ ഓർമ്മകളൊക്കെ ഒന്ന് എടുത്ത് കാണുക, കേട്ടു നോക്കുക. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ പാട്ടുകളെയും മ്യൂസിക് ഒന്ന് കേട്ടു നോക്കുക, എന്നിട്ട് വിലയിരുത്തുക. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നല്ല രീതിയിലോ മോശത്തായ രീതിയിലോ കമന്റ്സ് ഇടാനുള്ളവർ കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.